രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും ആയുഷിനുള്ള ഉപദേശങ്ങൾ നൽകാൻ തിരക്കിലായിരുന്ന അമ്മമാർ. ഒരു നിമിഷം ദയനീയമായ അവന്റെ നോട്ടം ചെന്ന് നിന്നത് മീരയിലാണ്. അമ്മമാര് പറയുന്ന കാര്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ കഴിപ്പ്. നിഷ്കളങ്കമായ ആ മുഖം കാണി ആയുഷിന്റെ ചുണ്ടൊന്ന് വിടർന്നുപോയി. നിന്റെ ഏട്ടൻകാരനാണ് കുഞ്ഞേ, എനിക്കിപ്പോഴീ വിധി. ഉള്ളാലെ പറഞ്ഞുകൊണ്ട് അതേ ചിരിയോടെ കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചവൻ. ഏട്ടനും ക്രഷ് അടിച്ചെന്ന് തോന്നുന്നു അജുവേട്ടാ. ആയുഷിന്റെ മീരയിലേക്കുള്ള നോട്ടവും ചിരിയുമെല്ലാം കണ്ടത് അഗ്നി അജുവിന്റെ ചെവി നിന്നുകൊണ്ട് പറഞ്ഞു. എല്ലാത്തിനെയും കൂടി ആ ചെകുത്താൻ പിടിച്ച് അടിക്കാണ്ടിരുന്നാ മതി. നേരത്തെ ഒരു ചിരിയോടെ മീരയെ നോക്കി ഭക്ഷണം കഴിക്കുന്ന ആദ്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് അജുവിന്റെ മറുപടി. ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, ഷീ സോ ക്യൂട്ട്. ആദ്യമായിട്ട് തന്നെ ആദ്യ കാഴ്ചയിൽ മൂക്കും കുത്തി വീണു പോയെങ്കിൽ ബാക്കി ലോലമാന്റെ കാര്യം പറയാനുണ്ടോ? അഗ്നി വീണ്ടും പതിയെ പറഞ്ഞതും അത് ശരിയാണെന്ന പോലൊന്ന് മൂളി അജു. ഒരിക്കൽ ക്രഷ് അടിച്ചു പോയതിന് അവളാണതെന്ന് അറിയാഞ്ഞിട്ട് പോലും 1 മാസത്തോളമാണ് മാടിനെ പോലെ ആ കാലം പണിയെടുപ്പിച്ച്. ഒരു നിമിഷം അത് ഓർത്ത പോലെ അജു ഒന്ന് തല ഉടഞ്ഞു. ഓ, എന്തുവാ രണ്ടും കൂടി സ്വകാര്യം? മര്യാദക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിക്കേ, ഇന്ദ്രച്ചൻ പറഞ്ഞു. രണ്ടുപേരും പിന്നെ നല്ല കുട്ടികളായി ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. ഈ ഒരു കാര്യത്തിൽ മാത്രം ഇന്ദ്രച്ചൻ ടെററാണ്. ആ കുട്ടിയെ ഇനി ഇവിടെ തന്നെ നിർത്താനാണോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? മാധവൻ ചോദിച്ചു. സുധാമ കാര്യമൊന്നും മനസ്സിലാവാതെ അയാളെ നോക്കി. മീരയുടെ കാര്യം ഞാൻ ചോദിച്ചു. 1 മാസമായില്ലേ അതിനിവിടെ ജയിലിലിട്ട പോലെ പിടിച്ചു വെച്ചിട്ട്? അവർക്ക് മുഖം കൊടുക്കാതെ തന്നെ പറയുമ്പോൾ എന്തോ മനസ്സിലായതുപോലെ സുധാമയുടെ അത്രങ്ങൾ പുച്ഛത്തോടെ ഒന്ന് കൂടി. മീരമോൾ ആദ്യം പ്രണയിച്ചു പോകുമെന്നുള്ള ഭയാവുമല്ലേ? ഒരു നിമിഷം ഭാര്യയുടെ ചോദ്യത്തിലൊന്ന് പതറിപ്പോയാൾ. അങ്ങനെയൊന്നും സംഭവിച്ചു പോയാൽ പിന്നെ പെങ്ങടെ മോളെങ്ങനെ ആദ്യയുടെ തലയിൽ കെട്ടിവെക്കും അല്ലേ? അനാവശ്യം പറയരുത് സുധേ. എന്തനാവശ്യം? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു. ആദിയുടെ കാര്യം ഇവിടെ ഉള്ളവരെല്ലാം കൂടി തീരുമാനിച്ചല്ലേ? എന്ത് തീരുമാനിച്ചു എന്നാ? അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ആരെങ്കിലും പറഞ്ഞാൽ ആദ്യം അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സുധാമയെ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ അതിനുള്ള മറുപടി നൽകി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തോന്നിയതുപോലെ കൂത്താടി നടക്കുന്ന അവൾ ആദിയുടെ ഭാര്യയെക്കാളും നിങ്ങളുടെ ശ്രമം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. മീരയെ പോലെ ഒരു അമ്പൂറ്റി കൊച്ചു തന്നെയാണ് ഞങ്ങളുടെ ആദിക്ക് ചേരുന്നത്, അല്ലാതെ. കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സുധാമ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. മാധവൻ അപ്പോഴും എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. പല കണക്കൂട്ടലുകൾക്കൊടുവിലായി എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അയാളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. രാത്രി കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മീര. ഇടയ്ക്കിടയ്ക്ക് പെണ്ണിന്റെ നോട്ടം വാതിലിന് നേരെ പോകുന്നുണ്ട്. നേരമേറെ കഴിഞ്ഞിട്ടും പ്രതീക്ഷിച്ച ആളെ മാത്രം കാണാതെ വന്നതും സങ്കടം കൊണ്ടും പരിഭവം കൊണ്ടും ആ മിഴികളൊന്ന് നിറഞ്ഞുപോയി. മറന്നുപോയോ ഇനി? ചുണ്ടൊന്ന് വിതുമ്പിക്കൊണ്ട് ഓർത്തത് സങ്കടം അധികരിച്ച് കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം വാതിൽ പതിയെയുള്ള തട്ടിൽ കേട്ടു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചു പോയി പെണ്ണ്. മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്നത് നേർത്തൊരു പുഞ്ചിരിയോട് അവളുടെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തവൻ. സോറി, ഒരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു. എന്റെ കിളിക്കുഞ്ഞി കിടന്നായിരുന്നു. തന്നെ കണ്ടതേ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പതിയെ ചോദിച്ചു ആദി. ഇല്ലെന്ന് മൂളിക്കൊണ്ട് മുഖമൊന്ന് ഉയർത്തിയതും ആദിയുടെ കണ്ണുകളൊന്ന് കുറുകി. എന്തു പറ്റിയപ്പോ? കരഞ്ഞു നീ? ചുവന്നു പോയ മുഖവും കലങ്ങിയ കണ്ണുകളും കണ്ടതും അവനൊരു സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മുഖം കുനിച്ചുകൊണ്ട് അതേയെന്ന പോലെ പതിയെ മൂളിയതേയുള്ള പെണ്ണ്. എന്തിന്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിന്നെ? പിന്നെ കാണാതായപ്പോ എനിക്ക് സങ്കടം വന്നു. ആണോ? ആദിയുടെ ചൊടികളൊന്ന് വിടർന്നുപോയി. പിന്നെ? മറന്നുപോയെന്ന് വിചാരിച്ചു. കുറുമ്പോടാവൻ വീണ്ടും ചോദിച്ചതും പതിയെ, അത്രയും പതിയെ മറുപടി നൽകിയവൾ. നേർത്തൊരു ചിരിയോടെ തന്നെ അവളെ ചുറ്റിപ്പിടിച്ച് തന്റെ മടിയിലേക്കായി ഇരുത്തിയവൻ. 2 വർഷം കാണാതെ എവിടെയാണെന്ന് അറിയാതിരുന്നിട്ടോ നിന്റെ ആദ്യമായിട്ട് നിന്നെ മറന്നു പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് ഒരു നിമിഷം അവളുടെ മിഴികൾ ചുവന്ന് കലങ്ങി. നെഞ്ചൊന്നാകെ വിങ്ങിപ്പോകുന്നതറിഞ്ഞു. ആ വാക്കുകളിലെല്ലാം പറയാതെ പറയുന്ന വേദനയുണ്ട്. താൻ എവിടെയാണെന്നറിയാതെ അലഞ്ഞതിന്റെ സങ്കടമുണ്ട്. ഓർക്കവേ കണ്ണു നിറഞ്ഞു വന്നതും ആ നെഞ്ചോരം തന്നെ മുഖം അമർത്തി വെച്ച് തേങ്ങിപ്പോയവൾ. അപ്പു, അയ്യേ, എന്റെ കിളിക്കുഞ്ഞ് കരയുവാണ്, എന്നെ നോക്കിയേ. ആദി പതിയെ അവളെ തട്ടി വിളിച്ചും ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നതേയുള്ള മീര. അപ്പു, ഞാനല്ല ആദ്യേട്ട, എന്നെ പിടിച്ചോണ്ട് പോയതാ, അല്ലാതെ വിട്ടിട്ടെങ്ങും പോയതല്ല. വാക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അവൾ പറയുമ്പോൾ ആദിയുടെ കണ്ണുകളൊന്ന് കുറുകിപ്പോയി. ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു വന്നവനിൽ. അതിനുമപ്പുറം ഒരു വിളിക്കപ്പുറം താൻ ഉണ്ടായിരുന്നിട്ട് പോലും അവളെ സംരക്ഷിക്കാനായില്ലേ എന്നൊരു ചിന്തയും അവനിൽ കടന്നുകൂടി. അപ്പു, ആരാത്? ഒരു നിമിഷം മൗനം പാലിച്ചു പോയവൾ ഭയത്തോടെ മിഴികൾ ഇറുകി അടച്ചു കളഞ്ഞു. തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവളുടെ കുഞ്ഞുടൽ വിറച്ചു പോയത് ആദി കൃത്യമായി അറിഞ്ഞു. ആ വ്യക്തി ആരായിരുന്നാലും അവളയാൾ അത്രയും ഭയക്കുന്നുണ്ടെന്ന് തോന്നിയവന്. ഒന്നുമില്ലടാ, ഞാനില്ലേ, എന്റെ കിളിക്കുഞ്ഞിന് ആരും ഒന്നും ചെയ്യില്ല. മുഖമൊന്ന് കുനിച്ചുകൊണ്ട് അവളുടെ നിറകിൽ ചുണ്ട് ചേർത്ത് പതിയെ ആർദ്രമായി പറഞ്ഞവൻ.
അയാളെനിക്ക് പേടി ആദ്യേട്ടാ, ചീത്തയാ അയാള്. പതിയെ പറഞ്ഞുകൊണ്ട് അവൾ വിതുമ്പുമ്പോൾ ആരാണ് എന്നൊരു ചോദ്യമാണ് വീണ്ടും അവനിൽ നിറയുന്നത്. ഒരേ നിമിഷം അവളെ പൊതിഞ്ഞു പിടിച്ച് ആശ്വസിപ്പിക്കുകയും ഭയമാണെങ്കിൽ പോലും മറ്റൊരാൾ അവളുടെ ഉള്ളിൽ നിറയുന്നതിന്റെ അസ്വസ്ഥതയും അവനിൽ നിറഞ്ഞു നിന്നു. അപ്പു, അഡ്രിക്കാദം ജോൺ. ആദി വീണ്ടും വിളിച്ചതും മുഖം മുന്നുയർത്തി പതിയെ പറഞ്ഞവൾ. ഒരു നിമിഷം മനസ്സിലാവാതെ അവൾ ഉറ്റുനോക്കി നിന്നുപോയി ആദി. ആ പേരിൽ ഉള്ളിൽ തെളിഞ്ഞൊരു മുഖമുണ്ട്. പക്ഷെ അത് ശരിയാണെങ്കിൽ തന്റെ പെണ്ണിനെ എങ്ങനെ അവനറിയുമെന്നുള്ളതായിരുന്നു ആദിയുടെ ഉള്ളിൽ ഉയർന്ന അടുത്ത ചോദ്യം. വലിയ ആക്ടറാണ്. ഒരിക്കൽ ഞങ്ങളുടെ കോളേജിൽ ഷൂട്ടിന് വന്നത് അയാൾ. ഒരു നിമിഷം അവളുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് ചെന്നു നിന്നു. കൈകൾ അത്രയും ശക്തിയിൽ അവനിൽ മുറുകി. അവളുടെ ഓരോ പ്രവൃത്തിയും ഉള്ളിലെ ഭയം എത്രമാത്രം തീവ്രമാണെന്ന് ആദിക്ക് വ്യക്തമാക്കി കൊടുത്തു. ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവനവളെ ചേർത്ത് പിടിച്ചു. പറഞ്ഞു തുടങ്ങിയായിരുന്നു ആ നിമിഷം അവളും എങ്ങനെയാണ് ഒരു വിരഹം ഉണ്ടായതെന്ന്, വീണ്ടും കണ്ടുമുട്ടിയിട്ടും അകലാൻ ശ്രമിച്ചതെന്ന്. അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയ കാരണമറിയാൻ അവനും ക്ഷമയോടെ കാത്തുനിന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ്. ഫ്ലാഷ് ബാക്ക്. മീര, നീ അറിഞ്ഞോ നമ്മുടെ കോളേജിൽ ഫിലിം ഷൂട്ടാണെന്ന്? ലൈബ്രറിയുടെ ജനലോരമിട്ടിരുന്ന ബെഞ്ചിൽ പോയിരുന്നു ഏതോ പുസ്തകം മറിച്ചു നോക്കുമ്പോഴായിരുന്നു ധ്വനി പറഞ്ഞതും മെല്ലെ അവളൊന്ന് മുഖമുയർത്തി നോക്കിയതും. ആണോ? നീ ഒരാഴ്ചയാണ് ഷൂട്ട്. അത്രയും സന്തോഷത്തോടെ ധ്വനി പറയുമ്പോൾ നേർത്തൊരു പുൻസിരിയോടൊന്ന് മൂളിക്കൊണ്ട് വീണ്ടും പുസ്തകത്തിലേക്ക് മിഴികൾ പായിച്ചവൾ. തെല്ലൊരു കൗതുകത്തോടെ പെണ്ണിനെ നോക്കിയിരുന്നു പോയി ധ്വനി. സാധാരണ ഇതുപോലൊരു കാര്യം കേൾക്കുമ്പോൾ എന്തോരം ചോദ്യങ്ങളുണ്ടാവും. ആക്ടർ ആരാ, ആക്ട്രസ് ആരാ, അവരെ കാണാൻ പറ്റുമോ, കൂടെ നിന്നും ഫോട്ടോ എടുക്കാൻ കഴിയുമോ എന്നൊക്കെ തുടങ്ങി നീളുന്ന സംശയങ്ങളും ചർച്ചകളും. പക്ഷേ ഈ ഒരുവൾക്ക് മാത്രം അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടാണ് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ഓർത്തുപോയവൾ.